ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിലൊക്കെ പോയി അവനവരുടെ വിശ്വാസത്തിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എൻ്റെ ചെറുപ്പകാലത്തേക്കുള്ള ആ ഒരു തിരിച്ചുപോക്ക് കാര്യങ്ങൾ, ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ ദിവസങ്ങളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു ആഘോഷിച്ചത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ജസ്റ്റ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ തുടിക്കുന്ന ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിനുള്ളിൽ ജീവിതയാത്രതൻ തേർത്തെളിക്കാ ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ തുടിക്കുന്ന ഓർമ്മകളെ. ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പള്ളിയിൽ നല്ല കഞ്ഞിയും പയറും അച്ചാറും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പുള്ളി വന്നില്ല. ഞാനും പിള്ളേരുമാണ് പോയത്. അപ്പോൾ പുള്ളിക്ക് ഉള്ള ചപ്പാത്തിയല്ല പൊറോട്ടയും ഞാനിങ്ങനെ മുട്ടത്തോരനും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഒട്ടും വെയിലില്ല കേട്ടോ. നല്ല തണുപ്പും പിന്നെ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് മഴ ഇന്ന് പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ. പുറത്ത് നല്ല തണുപ്പും കാറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു 3-3.5 മണിക്കൂർ നമ്മുടെ പള്ളി കുർബാന ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, ദുഃഖ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ ഒത്തിരി മണിക്കൂർ കുർബാന അല്ല, നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ മരണം ഒക്കെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒത്തിരി നീണ്ട ഒരു സർവീസാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് 3-3.5 മണിക്കൂർ നമ്മുടെ ഈ പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല വെള്ളിയാഴ്ച എല്ലാ ദുഃഖ വെള്ളിയിലും കിട്ടുന്ന പോലെ നല്ല കഞ്ഞിയും പയറും പിന്നെ വൻപയർ തോരനും ഈ പറഞ്ഞ പോലെ മോരുകറിയും നല്ല അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിലെ എല്ലാ എന്നാ ഈ ഗുഡ് ഫ്രൈഡേയിൽ അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച കിട്ടുന്ന ഈ കഞ്ഞിയും പയറും പ്രത്യേക ഒരു ടേസ്റ്റാണ്. മാത്രമല്ല 3-3.5 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിശക്കും അല്ലേ. അപ്പോൾ ആ വിശപ്പുണ്ടാകുന്ന സമയത്ത് കഴിക്കുന്ന അതിന് എന്തും ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതാണേലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാർത്ഥന ഇതുപോലെ 3-4 മണിക്കൂർ പ്രാർത്ഥനയും ഈ പറഞ്ഞ പോലെ കുരിശിൻ്റെ വഴി, പിന്നെ അങ്ങനെ 14 കുരിശിൻ്റെ വഴിയും കാര്യങ്ങളും, പിന്നെ റോഡിൽ കൂടെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ അല്ലേ. അന്നും ഇന്നും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നാട് വിട്ട് മറ്റ് നാട്ടിലേക്ക് പോന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ റോഡിൽ കൂടെ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കുർബാന നടക്കുന്ന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള അതിൻ്റെ പള്ളിയോട് ചേർന്നുള്ള ആ ഒരു നമ്മുടെ ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊരു കുരിശിൻ്റെ വഴി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗകര്യങ്ങൾ മാത്രമല്ലല്ലോ നോക്കേണ്ടത്. നമ്മളെ തന്നെ മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാടിൻ്റെ നിയമങ്ങളും നമ്മൾ പാലിക്കണം. അപ്പോൾ നമുക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഇതേപോലെ നമ്മുടെ കുരിശിൻ്റെ വഴിയും കാര്യങ്ങളും, അതിനുശേഷം കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ ശനിയാഴ്ച പുതിയ തിരിയും പുതിയ വെള്ളവും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റർഡേ ആണ് നാളെ. പിന്നെ അതിന് ശേഷം സൺഡേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നു.
അപ്പോൾ എൻ്റെ പരിപാടിയാണേലും നമ്മൾ ഈസ്റ്ററിന് അല്ലെങ്കിൽ ക്രിസ്മസിനാണേലും നമ്മൾ രാത്രി കുർബാനയ്ക്ക് പോകുന്ന ഒരു വേറൊരു വൈബാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾ രാത്രി കുർബാനയ്ക്ക് പോകുന്ന ടീമുകളാണ് കേട്ടോ. നമ്മൾ രാത്രി 12 മണി അല്ലെ 1 മണിക്കൊക്കെ നമ്മുടെ നേരം വെളുക്കുമ്പോഴത്തേക്കും ആ കുർബാനയ്ക്ക് ടോർച്ച് അടിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക അല്ലേ, ആ ഒരു സമയത്തെ തണുപ്പും രാത്രിക്കത്തെ തണുപ്പും പിന്നെ റോഡിൽ കൂടി എല്ലാവരും ചെറിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു രസമാണ് അതൊക്കെ അല്ലേ. അതൊരു സന്തോഷമാണ്, നമ്മുടെ ചെറുപ്പകാലത്തിലെ ഓർമ്മകളാണ് അതൊക്കെ അല്ലേ. ആ ഓർമ്മ ഒരിക്കലും നമുക്ക് വിട്ടു പോകത്തില്ല. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം രാത്രി 12 മണിക്ക് കുർബാനയ്ക്ക് പോകുന്ന ടീമുകളായിരുന്നു കേട്ടോ. രാത്രി കുർബാനകളുള്ള ദിവസം ഇങ്ങനെ റോട്ടിൽ കൂടെ ആൾക്കാരെല്ലാം പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ചെറിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മുന്നിലും പുറകിലും ഒക്കെ ആൾക്കാർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോവുകയും നമ്മൾ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന അതൊക്കെ ഒരു രസമാണ്. ഒരു രസവും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ രാവിലെ എണീറ്റുള്ള കുർബാനയ്ക്ക്, അതായത് ഈ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ പോയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം എൻ്റെ ഓർമ്മയിലെല്ലാം നമ്മൾ രാത്രി കുർബാനയ്ക്കാണ് പോയിട്ടുള്ളത്. രാവിലെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. രാത്രി കുർബാനയാണ് നമ്മുടെ ഈ രണ്ട് ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഈ രണ്ട് ആഘോഷങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ, രാത്രി കുർബാന. അപ്പോൾ ഈ രാത്രി കുർബാനയ്ക്ക് ആകുമ്പോഴത്തേക്ക് നല്ല പാട്ടും നല്ല പാട്ടുകാരും നല്ല പാട്ടും പിന്നെ നല്ല കരോക്കയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ് രാത്രി കുർബാന. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒറ്റ കുർബാന ആയിരിക്കും. അത് മെയിനായിട്ട് പോകുന്നവർ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും, രാത്രി എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരിക്കും രാവിലെ പോകുന്നത്. അപ്പോൾ അതിന് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല കേട്ടോ. അപ്പം പണ്ട് പറ്റത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ രാത്രി കുർബാനകളൊക്കെ ഉണ്ട്, പക്ഷേ രാത്രി 12 മണിക്കൊന്നും അല്ല ഇവിടെയൊന്നും. ഇവിടെയൊക്കെ 8:30 9 മണിക്ക് അങ്ങനെയൊക്കെയാണ്. കാരണം ഇവിടുത്തെ സൗകര്യങ്ങളും നോക്കണ്ടേ. മുട്ടത്തോരൻ പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇതാണ്ട് ഞാൻ പൊറോട്ട ഇതാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ പിന്നെ ഈസ്റ്റർ ദിവസങ്ങൾ നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ, പ്രത്യേകിച്ച് സൺഡേയിൽ എല്ലാവരുടെയും വീട്ടിൽ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാ സൺഡേയിലും എല്ലും കപ്പ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ കപ്പയിറച്ചിനെ എല്ലും കപ്പ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ചിലവർ കപ്പയിറച്ചി എന്ന് പറയും, ചിലവർ എല്ലും കപ്പ എന്ന് പറയും, ചിലവർ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ നാട് കാസർഗോഡേക്കൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലും കപ്പ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാ ഞായറാഴ്ചയും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വിശേഷ ദിവസങ്ങളൊക്കെ എല്ലും കപ്പയോ അല്ലെങ്കിൽ പിന്നെ ബിരിയാണിയോ നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളെല്ലാവരും 4 പേരും 4 വശത്തായി ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സൺഡേയിൽ പണ്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ 2 വീട് അല്ലെങ്കിൽ 3 വീട് ദൂരെ നിന്ന് തന്നെ അകലെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലും കപ്പയുടെ മണമൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കും കേട്ടോ. അത് ആ മൂക്കിനൊക്കെ ഭയങ്കര കഴിവായിരുന്നു അന്ന്. ഒന്നാം നമ്മൾ പ്രത്യേകിച്ച് വേദപാഠത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും രാവിലെ 9 മണിക്ക് പോകുന്നതായിരിക്കും, പിന്നെ തിരിച്ചു വരുന്നത് 2 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും ഇത്രയും അവേഴ്സ് ഗ്യാപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമല്ലാതെ പള്ളിയിൽ നിന്ന് വേറെ ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അപ്പം നമ്മൾ തിരിച്ചു വരുന്നത് ഭയങ്കര ഒരാളെ തിന്നാനുള്ള വിശപ്പോടെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 2-3 വീടുകൾക്ക് അപ്പുറം നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലും കപ്പയുടെ മണം നമുക്ക് പിടിക്കും കേട്ടോ. അതൊരു പ്രത്യേക കഴിവായിരുന്നു അന്ന്. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ബുക്കെല്ലാം പിന്നെ നമ്മൾ വേദപാഠ പുസ്തകമൊക്കെ നമ്മൾ എയറിൽ കൂടെ പറപ്പിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, എങ്ങോട്ടെങ്കിലും വലിച്ചെറിയുമായിരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഡാഡി എന്നത്തേക്കുണ്ടല്ലോ, ഞങ്ങൾ വരുന്നതിന് മുന്നേ ഡാഡി മമ്മിയും നമ്മൾ വാഴയിലേക്ക് ഞായറാഴ്ച ദിവസം ഈ എല്ലും കപ്പയൊക്കെ തിന്നുന്ന വാഴയിലയിലാണ് കേട്ടോ. വാഴയിലേക്ക് കണ്ടിച്ച് അത് വാട്ടി വെച്ചിട്ടുണ്ടാവും മേശപ്പുറത്ത്. അപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്കുണ്ടല്ലോ മേശപ്പുറത്ത് നമ്മളെല്ലാവരും ചേർന്നിരുന്ന് അതങ്ങ് നമ്മുടെ മുന്നിൽ ഓരോരോ ഇല വെക്കും. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് വലിയൊരു കൂന പോലെ എല്ലും കപ്പ. അപ്പം 4 പേരും എൻ്റെ പൊന്നോ എത്ര സെക്കൻഡുകൾക്കുള്ളിൽ 4 പേരും 4 ഇല തിന്നുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കി ഫുള്ള് അകത്താക്കും കേട്ടോ.
ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ആ കാലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഓർമ്മകൾ മാത്രമായി അല്ലേ. ഇപ്പം എന്താണ് എല്ലാവരും ജോലിക്ക്, ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ല എല്ലാവരുടെ വീടുകളിൽ എല്ലാ മക്കളും ജോലിക്ക് പോയി, പ്രത്യേകിച്ച് ദൂരങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പം മാതാപിതാക്കളൊക്കെ തന്നെയായി. പിന്നെന്താണ് അവർക്ക് അവരെയായി അവരുടെ ആ പ്രായം, ആ ഒരു എൽഡർലി അല്ലെങ്കിൽ ആ ഒരു ഏജ് അല്ലേ, ഏജ് ലൈഫ് അവരെ ആസ്വദിക്കുന്നു. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു എന്താണ് ചെറുപ്പകാലത്തെ ഓർമ്മകളിലേക്ക് ഈ പറഞ്ഞ ഈസ്റ്റർ, ക്രിസ്മസ്, ഈ പറഞ്ഞ പോലെ ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച, ഇതൊക്കെ ഓരോ ഓർമ്മകൾ പണ്ടത്തെ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തേൻ്റെ പകുതി പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലേ ആസ്വദിക്കുന്നില്ല. ഇപ്പം എവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വാഴയില കിട്ടാനുള്ളത്? വാഴയിലൊക്കെ ഇപ്പം വല്ല ഓണപ്പരിപാടി കിട്ടുന്നതല്ലാതെ പിന്നെ ഞാൻ എവിടെയും വാഴയിലൊന്നും പിന്നെ പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്ക് ഒന്ന് തിരിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാം കാണും എന്ന് വിശ്വസിക്കുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.